ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീ എം. എപ്പിസോഡ് 11. 3 സന്യാസിമാർ. ഞാൻ ബന്ധപ്പെട്ട സവിശേഷ വ്യക്തിത്വമുള്ള ചിലരെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അവരിൽ 3 പേർ സന്യാസിമാരാണ്. ഓരോരുത്തരും മറ്റേയാളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു. സ്വാമി അഭേദാനന്ദൻ, ചെമ്പഴന്തി സ്വാമി, രാമകൃഷ്ണ മിഷനിലെ തപസ്യാനന്ദ എന്നിവരായിരുന്നു അവർ. 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ ഞാൻ ഹിന്ദുക്കളുടെ ഭക്തിപരമായ അനുഷ്ഠാനങ്ങളുമായുള്ള എൻ്റെ ആദ്യത്തെ പരിചയപ്പെടലിനെപ്പറ്റി പരാമർശിച്ചിരുന്നു. അന്ന് മൃദംഗത്തിൻ്റെയും ഇലത്താളത്തിൻ്റെയും മധുരനാദം കേട്ട് കൗതുകത്തോടെ ഞാൻ വീട്ടിൽ നിന്നുള്ളിൽ നിന്ന് റോട്ടിലേക്ക് ഓടിച്ചെന്നപ്പോൾ കണ്ടത് ആനന്ദകരമായ കാഴ്ചയായിരുന്നു. ഒരു ചെറിയ ഭജനസംഘം ഭക്തിലഹരിയിൽ മതിമറന്ന് ആടുകയും പാടുകയും ചെയ്യുകയായിരുന്നു. അവരിൽ നീട്ടി വളർത്തിയ താടിയുള്ള നല്ല ഉയരമുള്ള സുന്ദരനായ ഒരാൾ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അദ്ദേഹമായിരുന്നു സ്വാമി അഭേദാനന്ദൻ. കിഴക്കേക്കോട്ട ഭാഗത്തായിരുന്നു സ്വാമി അഭേദാനന്ദൻ്റെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. അന്ന് എനിക്ക് സ്വന്തമായി ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം ഞാൻ ശരിക്കും ആഘോഷിച്ചിരുന്നു. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ സൈക്കിളിൽ കിഴക്കേക്കോട്ടയിൽ പോകാറുണ്ടായിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ കിഴക്കേക്കോട്ട നിർമ്മിച്ചത്. കോട്ടയ്ക്കുള്ളിലെ സ്ഥലം ആൾപ്പാർപ്പുള്ളതായിരുന്നു. ബ്രാഹ്മണർ താമസിച്ചിരുന്ന സ്ഥലം അഗ്രഹാരം എന്നറിയപ്പെട്ടിരുന്നു. ഒടുവിൽ അവിടം ഒരു ചെറിയ പട്ടണമായി തീർന്നു. കടകളും ഹോട്ടലുകളും വലിയ ആഭരണ കടകളും അവിടെ എങ്ങും നിറഞ്ഞു. എന്തായാലും അമ്പലക്കുളത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. കുളത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് അഭേദാശ്രമം സ്ഥിതി ചെയ്യുന്നത്. അന്ന് അഭേദാശ്രമത്തിൽ ആകെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ സ്വാമിയുടെ ലളിതമായ താമസ സ്ഥലവും അവിടുത്തെ അന്തേവാസികൾക്കായുള്ള താമസ സൗകര്യങ്ങളും തുറസായ ഒരു ഓഡിറ്റോറിയവും ഭജന ഹാളിൻ്റെ നേർക്കുള്ള രാധാകൃഷ്ണ ദേവാലയവുമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 50 വയസ്സായിരുന്നു. ഹിമാലയത്തിലെ ആരാധന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളിലേക്കും കാൽനടയായി ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം മടങ്ങി വന്നിട്ട് നാളുകൾ അധികമായിട്ടില്ലായിരുന്നു. സുന്ദരനും സുമുഖനുമായിരുന്ന അദ്ദേഹത്തിന് നല്ല ഉയരമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുരുണ്ട തലമുടി തോളറ്റം വരെ നീണ്ടു കിടന്നിരുന്നു. അങ്ങിങ്ങ് നരച്ച താടി അദ്ദേഹത്തിൻ്റെ രാജകീയ പ്രൗഢി പ്രദാനം ചെയ്തിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളവരിൽ അദ്ദേഹം ഏറ്റവും മൃദുല ഹൃദയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൗമ്യവും സ്നേഹസ്നേഹവുമായിരുന്നു. അദ്ദേഹം ഭൗതിക തലത്തിലുള്ള ഒരു വേദാന്തി ആയിരുന്നില്ല, മറിച്ച് തികഞ്ഞ ഭക്തനായിരുന്നു. ലീലാമാനുഷനായ ഗോപാലകൃഷ്ണന് വേണ്ടി പൂർണ്ണമായും സമർപ്പിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഭക്തിയുടെ മാധുര്യഭാവം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്. മാധുര്യഭക്തിയിൽ ഭക്തർ വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ആരാധികമാരും ഗോപികരുമാണെന്ന് സ്വയം സങ്കല്പിക്കുന്നു. അദ്ദേഹം സ്വരവും ശ്രുതിയും സ്ത്രീകളുടേതുപോലെ ആക്കുകയും ഭക്തിയുടെ അശ്രുക്കൾ പൊഴിക്കുകയും സമാധിയിൽ ലയിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ആശ്രമത്തിൽ പോയിരുന്നപ്പോഴെല്ലാം എനിക്ക് അദ്ദേഹത്തെ കാണുന്നതിന് ഒരു തടസ്സവും നേരിട്ടിരുന്നില്ല. അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് മാത്രമേ കാണാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ
ഭക്തരുടെ ചെറിയ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചർച്ചകൾ ആസ്വദിച്ചു. ഭക്തി തന്നെയായിരുന്നു പ്രധാന വിഷയം. സ്വാമി എപ്പോഴും ചെറിയ പുഞ്ചിരിയോടെയാണ് എന്നെ സ്വാഗതം ചെയ്തിരുന്നത്. കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാതെ എന്നെ ഒരിക്കലും മടങ്ങാൻ അനുവദിച്ചിരുന്നില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം സമയം രാവിലെ 11 മണി. ഞാൻ സ്വാമിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തോന്നി. എന്നെ കണ്ട മാത്രയിൽ ചാരുകസേരയിൽ എണീറ്റിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിൽ നിലത്തിരുന്നു. സ്നേഹനിർഭരമായ നേത്രങ്ങളോടെ എന്നെ നോക്കി എൻ്റെ താടിയിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു, വേണ്ടത് സ്നേഹമാണ്. പരബ്രഹ്മത്തെ തർക്കങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും അറിയാൻ കഴിയുകയില്ല. എന്നാൽ പ്രേമത്തിലൂടെ അതിന് കഴിയും. ഹൃദയ കവാടം തുറക്കൂ, കൃഷ്ണനെ കാണൂ. ഗോപികമാരെ പോലെ കൃഷ്ണനെ പ്രേമിക്കൂ. എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം സമാധിയിൽ മുഴുകി. അശ്രുകണങ്ങൾ കവിളുകളിലൂടെ ഒഴുകി. ഒരല്പസമയം കഴിഞ്ഞ് ശരീരം ഒന്ന് കുലുങ്ങി. അദ്ദേഹം ബോധതലത്തിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൂരെ ഹിമാലയത്തിൽ പോകൂ. ഗുരു നിങ്ങളെ കാത്തിരിക്കുന്നു. ശ്രദ്ധ വേണം. രാധയും കൃഷ്ണനും നിങ്ങളെ കാത്തുരക്ഷിക്കും. അദ്ദേഹം കരഞ്ഞു. തൻ്റെ കരങ്ങൾ എൻ്റെ ശിരസിൽ അർപ്പിച്ചു. അതായിരുന്നു എൻ്റെ അവസാനത്തെ സന്ദർശനം. അന്നു രാത്രി സാധാരണ ചെയ്യാറുള്ള ധ്യാനവേളയിൽ ഞാൻ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. പ്രകൃതി രമണീയമായ വൃക്ഷനിബിഡമായ ഒരു വനത്തിലൂടെ പോകുകയായിരുന്നു. ഒരു നദി ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അന്നേരം വിദൂരതയിൽ നിന്നും ഓടക്കുഴലിൻ്റെ മധുരനാദം കേൾക്കുകയുണ്ടായി. അതിനിടയിൽ സ്ത്രീകൾ ചിരിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ചുറ്റും നോക്കി. അതീവ സുന്ദരികളായ 5-6 കുമാരികൾ നിറപ്പകിട്ടാർന്ന വേഷങ്ങളും പലതരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞ് എൻ്റെ സമീപത്ത് നിൽക്കുകയായിരുന്നു. എന്നെ കളിയാക്കിക്കൊണ്ട് കുമാരിമാരിൽ ഒരുവൾ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന പ്രേമസ്വരൂപനായ കൃഷ്ണൻ ഓടക്കുഴൽ നാദത്തിലൂടെ അടുത്തേക്ക് വിളിക്കുന്നു. കൂടെയുണ്ടായിരുന്ന സുന്ദരികൾ ആവേശത്തോടെ അനിയന്ത്രിതമായി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വളകൾ അണിഞ്ഞ എൻ്റെ കൈത്തണ്ടകളിലേക്ക് നോക്കി. കാൽ ചിലങ്കകളിലും ഞാൻ ശ്രദ്ധിച്ചു. ഉടനെ ഞാനും സുന്ദരികളിൽ ഒരുവളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു സുന്ദരി പറഞ്ഞു, ഈ കണ്ണാടി വാങ്ങൂ, എന്നിട്ട് ഒന്നുകൂടി ഭംഗിയായി അണിഞ്ഞൊരുങ്ങൂ. ആ സുന്ദരി വൃത്താകൃതിയിലുള്ള മുഖം നോക്കുന്ന കണ്ണാടി എനിക്ക് തന്നു. സർവാഭരണഭൂഷിതയായ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ സമീപത്ത് തന്നെ നിൽക്കുകയായിരുന്നു. കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കിയ ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. ഞാൻ എൻ്റെ മുഖത്ത് കണ്ടത് തടുത്ത കവിൾത്തടങ്ങളായിരുന്നു. എൻ്റെ സഖിമാരായി നിൽക്കുകയായിരുന്ന അവർ പറഞ്ഞു, കണ്ടില്ലേ മുഖത്തെ നാണം. അപ്പോഴും അവർ അനിയന്ത്രിതമായി ചിരിച്ചു. ഞാൻ എൻ്റെ വളഞ്ഞ പുരികം കണ്ടു. മനോഹരമായ കൺപീലികൾ കണ്ടു. ചുവന്ന ചുണ്ടുകൾ കണ്ടു. എല്ലാം ഭംഗിയായിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയനെ കാണാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലജ്ജയാലും ആവേശത്താലും ഞാൻ വിറച്ചു. അന്നേരം സംഗീതധ്വനി നിലച്ചു. അന്തരീക്ഷമാകെ ചന്ദന ചൈലത്തിൻ്റെ സുഗന്ധം പരന്നു. പെട്ടെന്ന് ആരോ ഒരാൾ പിന്നിൽ നിന്ന് എൻ്റെ തോളിൽ പിടിച്ചു. വളകളുടെയും ചിലങ്കകളുടെയും കിലുക്കം പുറപ്പെടുവിച്ചുകൊണ്ട് കുമാരിമാർ ഓടിപ്പോയി. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയനെ, കമലാലോചനനെ കണ്ടു. അതോടെ എൻ്റെ ബോധം ക്ഷയിച്ചു. എന്നാൽ ഉണർന്നപ്പോൾ പ്രഭാതമായിരുന്നു. ഇതുപോലുള്ള അനുഭവം പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഉണ്ടായി.
അനേകം വർഷങ്ങൾക്ക് ശേഷം വൃന്ദാവനത്തിൽ വെച്ചായിരുന്നു അത്. തിരുവനന്തപുരത്ത് ആദ്യമായി നഗരസങ്കീർത്തനം തുടങ്ങിവെച്ചത് സ്വാമി അഭേദാനന്ദനായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു അഖണ്ഡനാമ സങ്കീർത്തനത്തിനും തുടക്കം കുറിച്ചത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ മാറി മാറി ജപത്തിൽ പങ്കെടുക്കുന്നു. ജപം ഒരിക്കലും നിലയ്ക്കുന്നില്ല. ഇത്തരം അനുഷ്ഠാനങ്ങളുടെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. തീർച്ചയായും ചിലർക്കെങ്കിലും പ്രയോജനമുണ്ടാകും. എന്തായാലും സ്വാമി അഭേദാനന്ദൻ്റെ ലളിതവും ശിശുസഹജവുമായ നൈർമല്യവും സഹജ ഭക്തിയും എന്നിലും ഭക്തിഭാവം ഉണർത്തിവിട്ടു. ഈ ഭക്തി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധത്തിൻ്റെ അഗാധ തലത്തിൽ ഉറഞ്ഞു കിടന്നിരുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ചെമ്പഴന്തി സ്വാമി തികച്ചും വ്യത്യസ്തനായിരുന്നു. കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ രൂപം ആരിലും യാതൊരു സ്വാധീനവും ചെലുത്തിയിരുന്നില്ല. തീരെ മെലിഞ്ഞ ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വെറും അസ്ഥി മാത്രമേ ശ്രേഷ്ഠനായ ഒരാൾ. അദ്ദേഹം തൻ്റെ ജട കെട്ടിയ മുടി കൊണ്ട് തലയിൽ ചുറ്റുകെട്ടിയിരുന്നു. നമ്മുടെ പഴയ സൗന്ദര്യ സങ്കല്പമനുസരിച്ച് അദ്ദേഹം സുന്ദരനായിരുന്നില്ല. അദ്ദേഹം ആരോടും അധികമൊന്നും സംസാരിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ആരെങ്കിലും തെരുവിൽ വെച്ച് കാണുകയാണെങ്കിൽ ഒരു ഭ്രാന്തനാണെന്നേ വിചാരിക്കൂ. അദ്ദേഹം ഒരു തോർത്ത് ഉടുത്തുകൊണ്ട് ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ പുരയിലിരിക്കും. അതാണ് പതിവ്. തിരുവനന്തപുരത്തിൻ്റെ ഭ്രാന്തപ്രദേശത്തുള്ള ചെറിയ ഗ്രാമമാണ് ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന് ജന്മം നൽകിയ ഗ്രാമം എന്ന നിലയിൽ ആ ഗ്രാമം വിഖ്യാതമാണ്. ഞാൻ പ്രീ ഡിഗ്രി കോഴ്സിന് പഠിച്ചിരുന്ന ലയോള കോളേജ് ചെമ്പഴന്തിയിൽ നിന്നും അത്ര ദൂരെയല്ല. അതിനാൽ ഞാൻ ഒരു ദിവസം സ്വാമിയെ കാണാൻ പറ്റുമെങ്കിൽ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നു. ആയിടെ ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. ഞങ്ങളുടെ അയൽക്കാരിൽ ഒരാളാണ് സ്വാമിയുടെ പേര് പറഞ്ഞത്. അയൽക്കാരൻ്റെ പേര് മറന്നുപോയി. അയൽക്കാരിൽ നിന്നാണ് സ്വാമി മുമ്പ് ചെമ്പഴന്തിയിൽ ഒരു ചായക്കട നടത്തിയിരുന്നുവെന്ന വിവരം അറിഞ്ഞത്. ഒരു രാത്രിയിൽ ഉത്തരഭാരതത്തിൽ നിന്ന് വന്ന ഒരു അവധൂതൻ സ്വാമിക്ക് ശ്രീരാമമന്ത്രം ഓതിക്കൊടുത്തു. സ്വാമി നിരന്തരം മന്ത്രം ജപിച്ചു കൊണ്ടിരുന്നു. മന്ത്രലഹരിയിൽ സ്വാമി സദാസമയം മുഴുകിക്കൊണ്ടിരുന്നു. ക്രമേണ ഭൗതിക വ്യാപാരങ്ങളിൽ വിരക്തനാവുകയും ചെയ്തു. അദ്ദേഹം ചായക്കട ഉപേക്ഷിക്കുകയും സമീപത്തുള്ള വനത്തിൽ കഴിയുകയും ചെയ്തു. ദീർഘകാലം അങ്ങനെ കഴിഞ്ഞു. രാമഭക്തനായിരുന്ന സ്വാമിക്ക് ചില സമയത്ത് ഹനുമാന്റെ അനുഗ്രഹം ലഭിച്ചിരുന്നു. ഹനുഭാവത്തിൽ മുഴുകിയിരുന്ന സ്വാമി കുരങ്ങന്മാരെ പോലെ പെരുമാറുകയും മരക്കൊമ്പുകളിൽ താമസിക്കുകയും ചെയ്തു. കായകൾ ഭക്ഷിക്കുകയും ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റേ കൊമ്പിലേക്ക് കൊമ്പ് ചായ്ച്ച് കയറുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ശ്രീരാമദർശനം ലഭിച്ച സ്വാമി മരക്കൊമ്പിൽ നിന്നും താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഒരു ചെറിയ രാമക്ഷേത്രത്തിന് സമീപത്ത് ഓലമേഞ്ഞ ഒരു പുരയിൽ താമസിച്ചു കൊണ്ടിരുന്നു. അവിടെ ചെന്നാണ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചത്. പ്രസ്തുത കുടിലിന് മുന്നിൽ ഒരാൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് അകത്തേക്ക് പോകുകയും ഉടനെ മടങ്ങി വരികയും ചെയ്തു. അകത്തു നിന്നും മടങ്ങി വന്ന ആൾ എന്നോട് അകത്തേക്ക് പോകാം എന്ന് മാത്രം പറഞ്ഞു. ചാണകം കൊണ്ട് മെഴുകിയ തിണ്ണയിൽ ജഡധാരിയായി ദുർബലനായ ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ഈറ കൊണ്ടുള്ള തടുക്കിൽ ഇരിക്കുകയായിരുന്ന അദ്ദേഹം എന്നോട് വരൂ എന്ന അർത്ഥം ബോധിപ്പിക്കുന്ന ആംഗ്യം കാണിച്ചു. അടുത്ത് ചെന്നയുടനെ എന്നോട് ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നു. എൻ്റെ നേർക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാമായണം. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ രാമായണം വായിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഇടയ്ക്ക് കയറി പറഞ്ഞു, വായിച്ചത് പോരാ. എന്താ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു,
രാമായണം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് കിട്ടി. അദ്ദേഹം വാക്കുകൾക്ക് നൽകിയ ഊന്നലിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് രാമായണം മഹാകാവ്യത്തെ പറ്റിയല്ല. അദ്ദേഹം രാമായണം എന്ന വാക്കിനെ രണ്ടായി വിഭജിച്ചു കൊണ്ട് പറഞ്ഞു രാമായണം. അദ്ദേഹം തുടർന്നു, രാ എന്ന് വച്ചാൽ ഇരുട്ട്, ഇരുട്ടുമായണം, അപ്പോൾ രാമനെ കാണാൻ കഴിയും. എനിക്ക് എൻ്റെ സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിരക്ഷരനായ ഒരു മുൻ ചായക്കടക്കാരൻ വേദാന്തത്തിലെ മഹാസത്യത്തെ എത്ര ലളിതമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. രാമനെ കാണണമെങ്കിൽ ഒരാൾ തീർച്ചയായും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കണം. കായ്കനികൾ തിന്നുകൊണ്ട് ഒരു മരക്കൊമ്പിൽ നിന്നും മറ്റേ മരക്കൊമ്പിലേക്ക് ചാടിക്കൊണ്ട് കുരങ്ങനെ പോലെ ജീവിച്ച ഒരാളിൽ നിന്നാണല്ലോ ഈ ഉപദേശം ഗ്രഹിക്കാനായത്. അദ്ദേഹം മൗനത്തിൽ മുഴുകി. അരമണിക്കൂർ കൂടി അവിടെ കാത്തിരുന്നതിന് ശേഷം ഞാൻ പോകാൻ എണീറ്റു. വിട പറയുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ സ്പർശിച്ചു. അന്നേരം കുരങ്ങന്മാർ പുറപ്പെടുവിക്കുന്നത് പോലുള്ള ഒരു വിശേഷപ്പെട്ട ശബ്ദം പുറപ്പെടുവിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ വലത് കൈയിലെ ചുണ്ടുവിരൽ കൊണ്ട് എൻ്റെ നെറ്റിയിൽ തൊട്ടു. ഞാൻ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് ധൃതിയിൽ നടന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. ബസ്സിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തയിലാണ്ടു. ഇരുട്ടുമായണം, അതെ, ഇരുട്ടു പോകണം. ഈ രണ്ടു പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വ്യക്തിത്വമാണ് സ്വാമി തപസ്യാനന്ദയുടേത്. അദ്ദേഹം ശാസ്തമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന രാമകൃഷ്ണ മിഷൻ്റെ അധ്യക്ഷനായിരുന്നു. രാമകൃഷ്ണ മിഷൻ ഒരു ധർമാശുപത്രിയും നടത്തിയിരുന്നു. മഹാനായ സന്യാസി വര്യൻ രാമകൃഷ്ണ പരമഹംസനെ പറ്റിയും കഴിവിട്ട ശിഷ്യന്മാരെ പറ്റിയും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് രാമകൃഷ്ണ മിഷൻ്റെ ഒരു ശാഖ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മിഷൻ്റെ ശാഖ ഉണ്ടായിരുന്നു എന്ന വിവരം എങ്ങനെ അറിയാനിടയായി എന്ന കാര്യം ആദ്യം പറയാം. തിരുവനന്തപുരത്തുള്ള പബ്ലിക് ലൈബ്രറിയിൽ നിന്നും അത്ര ദൂരെയല്ല മനോഹരമായ മ്യൂസിയം ഗാർഡൻസ്. ദി കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ എന്ന പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിച്ചത് മ്യൂസിയം ഗാർഡൻസിൽ ഇരുന്നാണ്. പബ്ലിക് ലൈബ്രറിയിൽ നിന്നും നടന്ന് മ്യൂസിയം ഗാർഡൻസിൽ പോയി അവിടെയുള്ള ഒരു ബെഞ്ചിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കുക എന്നത് എൻ്റെ ശീലമായിരുന്നു. അവിടെ വെച്ച് നല്ല തേജസ് കളിയാടുന്ന മുഖമുള്ള കാവി വസ്ത്രധാരിയായ ഒരു യുവസന്യാസിയെ കാണാനിടയായി. അറിയാനുള്ള കൗതുകം കൊണ്ട് അദ്ദേഹം ആരാണെന്ന് ആരാഞ്ഞു. ഒരു കുട്ടിയെപ്പോലെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ രാമകൃഷ്ണ മിഷനിൽ നിന്നാണെന്ന് പറഞ്ഞു. ആശ്രമം അത്ര ദൂരെയായിരുന്നില്ല. എനിക്ക് ആശ്രമം സന്ദർശിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പിന്നെയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനുവേണ്ടി നിങ്ങൾ മഠാധിപതി സ്വാമി തപസ്യാനന്ദയെ കാണണം. അദ്ദേഹം മഹാത്മാവാണ്. എപ്പോഴെങ്കിലും വരൂ. എൻ്റെ പേര് ഗോലോകാനന്ദ എന്നാണ്. ഒരു ഞായറാഴ്ച ദിവസം ഞാൻ രാവിലെ അവിടെ പോയി. സ്വാമി ലോകാനന്ദ എന്ന സ്വാമി തപസ്യാനന്ദയ്ക്ക് പരിചയപ്പെടുത്തി. രാമകൃഷ്ണ മിഷനിലെ എല്ലാ സന്യാസിമാരെയെപ്പോലെ അദ്ദേഹം കാവി നിറമുള്ള കുർത്തയും ധോത്തിയുമാണ് ധരിച്ചിരുന്നത്. നിശ്ചയദാർഢ്യവും അച്ചടക്കവുമുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു വശം അനാവരണം ചെയ്യപ്പെട്ടു. മനഃപൂർവ്വമായി ഭാവിച്ചിരുന്ന കർക്കശതയ്ക്കുള്ളിൽ മൃദുലഭാവവും സ്നേഹവും ഒളിഞ്ഞുകിടന്നിരുന്നു. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു.
ആദ്യമായിട്ടാണ് ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാനവ സേവയാണ് മാധവ സേവ എന്ന വിവേകാനന്ദൻ്റെ പ്രമാണവചനവും എന്നെ ഹഠാത്താകർഷിക്കുകയുണ്ടായി. ദുരിതമനുഭവിക്കുന്ന മാനവരാശിക്കു വേണ്ടി നൊമ്പരപ്പെടുന്ന വിവേകാനന്ദൻ്റെ ഹൃദയവും സഹജീവികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഞാൻ അറിഞ്ഞു. രാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും ശ്രീ രാമകൃഷ്ണൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ സ്വാമി വിവേകാനന്ദൻ്റെ കീഴിൽ അക്ഷീണം പ്രവർത്തിച്ച് മഹത് വ്യക്തികളെപ്പറ്റിയും തപസ്യാനന്ദ വേണ്ടുവോളം അറിവ് എനിക്ക് പകർന്നു തന്നു. അദ്ദേഹം തന്നെ സ്വാമി ശിവാനന്ദൻ്റെ ശിഷ്യനായിരുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ ശിഷ്യനായ ശിവാനന്ദൻ മഹാപുരുഷ് മഹാരാജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ പത്നിയായ ശാരദാദേവിയെയും അദ്ദേഹം സേവിക്കുകയുണ്ടായി. വർഷങ്ങളോളം ശാരദാദേവിയെ സേവിച്ച് അദ്ദേഹത്തെ അവർ പലവട്ടം ആശീർവദിക്കുകയുണ്ടായി. സ്വാമി തപസ്യാനന്ദജിയാണ് എന്നെ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർക്ക് പരിചയപ്പെടുത്തിയത്. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമൊത്ത് കുടുംബജീവിതം നയിക്കവേ തന്നെ വേദാന്ത വിഷയങ്ങളിൽ അത്യാഘാതമായ ജ്ഞാനം ആർജിച്ചിരുന്നു. പല ഞായറാഴ്ച ദിവസങ്ങളിലും കളരി അഭ്യസിക്കാൻ വേണ്ടി ശംഖുമുഖത്തേക്ക് പോകുന്നതിനിടയിൽ ഞാൻ പ്രൊഫസർ ബാലകൃഷ്ണൻ നായരുടെ ഭവനത്തിൽ ഇറങ്ങിയിരുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അത്യന്തം ലളിതമായ ഭാഷയിൽ വേദാന്തം വ്യാഖ്യാനിച്ചു തന്നിരുന്നു. ഞാൻ അതീവ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കും. വർഷങ്ങൾക്ക് ശേഷം സ്വാമി തപസ്യാനന്ദ ചെന്നൈയിലെ രാമകൃഷ്ണ മിഷൻ്റെ അധ്യക്ഷനും രാമകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഉപാധ്യക്ഷനും ആയി. മുമ്പ് രാമകൃഷ്ണ മിഷൻ്റെ പല കേന്ദ്രങ്ങളിലും ഞാൻ കുറേ കാലം പ്രവർത്തനങ്ങളിൽ ഒരു സഹായിയായി പ്രവർത്തിച്ചിരുന്നു. പ്രസ്തുത കേന്ദ്രങ്ങൾ മന്ത്രദീക്ഷ നൽകുന്നതിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിരുന്നുവെങ്കിലും തപസ്യാനന്ദജി എനിക്ക് മന്ത്രദീക്ഷ നൽകാൻ കനിവ് കാണിച്ചു. അതിന് ഞാൻ എക്കാലവും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇതോടെ 11ാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഹരി ഓം.